ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കോട്ടയം നാഗമ്പടം മൈതാനത്ത് നടക്കുന്ന ഓണം ഫെസ്റ്റിലേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊരു റീൽസിലൂടെയാണ് സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. സംഭവം എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. സംഭവം പക്ഷേ സൂപ്പർ അടിപൊളിയായിരുന്നു. 100 രൂപയ്ക്ക് നമുക്ക് വേർത്താണ്. സംഭവം വേറെ ലെവലാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും 100 രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭമാണ്. വേറെ ലെവലാണ് സംഭവം. ഇതൊന്നും കൂടാതെ നമ്മുടെ റോബോട്ടിക്സിൻ്റെ കുറേ 2 ഐറ്റംസിനെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റോബോട്ടിക് ഡോഗും നോർമലൊരു ചെറിയ റോബോട്ടിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അവരവരെ റിമോട്ടിൽ ഇരുന്ന് മൂവ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഡോഗ് വന്നപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് 2 റോബോട്ട്സിനെ നേരിട്ട് കാണാമെന്നുള്ളത്. ഷേക്കാനൊക്കെ തന്നെ കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ഒത്തിരി ഹാപ്പിനെസ്സാണ്. പിന്നെ നമ്മൾ പോകാൻ വന്നു ഈ ലോകം ഒന്ന് ചുറ്റി കാണാൻ ഒരു 3D എഫക്റ്റ് ആയിരുന്നു. നമ്മളൊരു ഹോളിലോട്ട് ചെല്ലും, അവർ 3D എഫക്റ്റ് ഒക്കെ ഇടും. നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും. അങ്ങനൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റോളം സംഭവം ഉണ്ടായിരുന്നു. ഒരു 100 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ് ഈ സംഭവം എല്ലാം എന്നുള്ളതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി. ഈ ലോകം മുഴുവൻ കണ്ട ഫീലായിരുന്നു. കടൽ, മലകൾ, കാട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചുറ്റിക്കണ്ട ഫീലായിരുന്നു. കുറേ സമയം നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. അവർ മൂവ് ചെയ്യുന്ന പോലെ കാണിക്കാനാണ് ഞാൻ അവരുടെയും കൂടെ വീഡിയോ എടുത്തത്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ എങ്ങോട്ടേക്കോ പോകുന്ന പോലൊക്കെ ഒരു ഫീലായിരുന്നു. കടലിനടി പോകുന്ന പോലെ, ആകാശത്ത് പോകുന്ന പോലെ, അങ്ങനെ കുറേ ഫീലായിരുന്നു കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കുറച്ച് പേരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അകത്ത് നല്ല ആളുണ്ടായിരുന്നു. പുറത്ത് ഓരോരുത്തരൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുപ്പായി. കുറേ സമയം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല തണുപ്പായിരുന്നു അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് ഒരു സെറ്റ് ആളുകളെ ഇറക്കി അടുത്ത സെറ്റ് ആളുകളെ കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് നമ്മുടെ എക്സിബിഷൻ പോലെയാണ്. കുറേ മറ്റേ സോഫ, പഴയ കിഴി പിടിക്കുന്നത്, റേറ്റ് കുറവില്ല ഡ്രസ്സ്, ബുക്സ്, പിന്നെ കുറേ സാരികൾ, വിത്തുകൾ, പിന്നെ കുറേ കോസ്മെറ്റിക് സാധനങ്ങൾ, പിന്നെ നമ്മുടെ അല്ലാതെ ലേഡീസ് ഐറ്റംസ് ചില സാധനങ്ങൾ, പിന്നെ പഴയകാല മിഠായികൾ, അങ്ങനത്തെ കുറേ സംഭവം.